അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടിയും റെഡിയാക്കി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കത്തിച്ചു. ഇനി ആ എണ്ണ ചൂടാക്കണം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇതിൻ്റെ അത് ഇത്ര എണ്ണ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സാധാരണ നമ്മൾ ചെയ്യുന്നതല്ല, ഒരു അല്പം വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ സംഭവം. നല്ല ടേസ്റ്റ് ആണ് സാധനം. നമുക്ക് കറി എപ്പം നമ്മൾ കറി വെച്ചാൽ അത്യാവശ്യം രുചി വേണമല്ലോ. അപ്പൊ അത് ഇച്ചിരി നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും നല്ല നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഒരു കിടു ടേസ്റ്റിൽ നമുക്ക് ഒരു കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ക്യൂബുകളായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന്റെ എണ്ണ നല്ല ഇതായിരിക്കും. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വല്പം മഞ്ഞപ്പൊടി അതിടുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ച് കഴിച്ചിരിക്കുവേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നമ്മുടെ കാശ്മീരി മുളക് പൊടി. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്വല്പം നമ്മുടെ ഉപ്പും കൂടെ ചേർക്കുന്നത്. കറിക്ക് ആവശ്യമുള്ള ഉപ്പല്ല, ഉപ്പും മുളകും മഞ്ഞളും ഒന്നും ചേർത്തിട്ടില്ല. ഈ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞളുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടേ, വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ഫ്രൈ പോലെ അല്ലേ? ചെറുതായിട്ട് ഫ്രൈ, നന്നായിട്ട് വെന്തൊന്നും വരുന്നില്ല, എന്നാൽ പോലും ചെറിയൊരു കോട്ടിങ്ങിൽ ആ പുറമെ ഒരു ചെറിയൊരു ഫ്രൈ. അതെ, നമ്മളിപ്പോൾ ഇട്ട ഉപ്പും മുളകും ഒക്കെ അതിലോട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഏകദേശം ഇത്ര മതി, അധികം ഒന്നും അങ്ങനെ ഭംഗിയാക്കണ്ട. ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ തീ കുറച്ചേക്കാം, നമുക്കിത് കോരി മാറ്റാതെ വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. തീ കുറച്ചേക്കാം. നമ്മളപ്പോ ഇതിന്റെ എണ്ണ എടുക്കുന്നില്ല, എണ്ണ ഇതിൽ തന്നെ കിടക്കുവാണ്. ഇനി ആ എണ്ണയിൽ തന്നെ വേണം നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിത് വറുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ അത് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ്, അതിന്റെ ഉരുളക്കിഴങ്ങിന്റെ ഒരു മണവും വരും. അസാധ്യ ടേസ്റ്റാണ് സാധനം. അതെ, നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി വെക്കത്തില്ലേ, മെഴുക്കോട്ടി വെക്കുമ്പോ ഈ അടിയിൽ പറ്റത്തില്ല, അടിയിൽ പറ്റുന്നത് നല്ല ടേസ്റ്റ്. നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സ്റ്റവ് കുറച്ചപ്പോഴത്തേനും കിട്ടും. നമുക്ക് അതൊന്നുകൂടെ ചെറിയൊരു അസുഖം അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ അത് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഇതില്ലേ ഇല, നമ്മുടെ ബേ ലീഫ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കറുവാപ്പട്ടയാണ്, അത് നമ്മൾ ഒരു ചെറിയ പീസായിരുന്നു, അത് വളരെ കുഞ്ഞു പീസായിട്ട് നമ്മൾ ഒടിച്ചങ്ങ് ഇടുകയാണ് കറുവാപ്പട്ട. പിന്നെ നമ്മുടെ 2 ഗ്രാമ്പുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റ്. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി നമ്മുടെ വെള്ളയപ്പത്തിന്റെ കൂടെ അത് കഴിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ ഏലക്കയാണ്. ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടില്ലല്ലോ, നമുക്കതൊന്ന് പൊട്ടും. ഒന്ന് തോലൊന്ന് കീറിയിട്ടാ മതി. എന്നാലും അങ്ങനെ ഇടുമ്പോഴത്തേക്കും അതിന്റെ ഫ്ലേവർ പെട്ടെന്ന് വെളിയിലോട്ട് വരികയും ചെയ്യും. നമ്മുടെ സാധാരണ ഇടുന്നതിനേക്കാളും ചതച്ചിട്ട കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും. ചതച്ച് വേണമെങ്കിൽ പൊട്ടുന്നു വരും. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അത് ഇട്ടിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാതെ, ഒരു നുള്ളു കടുക്. എണ്ണ ചൂടായത് വളരെ പെട്ടെന്ന് തന്നെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി ഇതിന്റെ ഇഞ്ചി ഇട്ട് കൊടുക്കാതെ, ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറിയ നുറുക്കാക്കി എടുത്തിരിക്കുന്ന അത് ഇട്ട് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി അരിയുണ്ട്, അത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ
സവോള നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഈ നീളത്തിലല്ല, ചെറുതായിട്ട് നമ്മൾ മറ്റേ ഓംലെറ്റിനൊക്കെ അരിയുന്ന. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു സവോള എടുക്കുക, വലിയ സവോള ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക, ചെറുതാണെങ്കിൽ ഒരു 1.5 എടുക്കുക. അപ്പൊ നമ്മളിപ്പോ 1.5 എടുക്കുക, ചെറുതായത് കാരണം 1.5 എടുത്തത്. അപ്പൊ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ആ ഉള്ളിയുടെ ഒക്കെ കളർ മാറി. കാരണം നമ്മൾ ഇതിന്റെ നേരത്തെ തന്നെ മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടതുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് ഈ ഉള്ളി വഴറ്റാൻ വേണ്ടി നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് ഒരു പച്ചമുളക്, വലിയൊരു പച്ചമുളക് അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അധികം വരിയില്ലാത്തത്. അപ്പൊ നമ്മളതിവിടെ ചേർത്തിട്ടുണ്ട്. നമ്മള് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി നമ്മൾ വഴറ്റിയെടുക്കാം. നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. അത്രയുള്ള പരിപാടി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് സിമ്മിലോട്ടൊന്ന് മാറ്റിയേക്കാം. അപ്പോൾ നമുക്കിനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ ചേർക്കുവാണ്. കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ ഈ ഗ്രേവിക്ക് ഒരു കൊഴുപ്പും കളറും എല്ലാം കിട്ടും. പിന്നെ മഞ്ഞപ്പൊടി അല്ല, നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്ത മല്ലിപ്പൊടി, ഗരം മസാല. നമ്മള് മസാല പൊടിക്കാത്ത മസാല ആദ്യം ചേർത്താണ്. ഇപ്പൊ നമ്മള് പൊടിച്ച മസാല ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാര്യം ഇതിന്റെ ആ പച്ചച്ചോളയൊക്കെ ഒന്ന് മാറണം. നല്ല റെഡിയായി നല്ലൊരു മണമൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഒരുപാട് ഗ്രേവി വേണ്ടെങ്കിൽ ആവശ്യമനുസരിച്ചിട്ട് ചേർക്കാം. ഇതിനനുസരിച്ച് നമുക്കിനി ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് വേകാനും കൂടെ ഉള്ള വെള്ളം വേണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പൊ ഇനി അതൊന്ന് വേഗണം നന്നായിട്ട്. അപ്പൊ അതിനും കൂടെ വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിപ്പോ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് സ്പെഷ്യലായിട്ട് നല്ല ചൂടാണ്. എപ്പോഴും ചൂടങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല. തെറിക്കാതെ സൂക്ഷിക്കണേ. കാരണം ഇത് നമ്മൾ ഗ്രേവിയുടെ വെള്ളം കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇനി നമ്മൾ തീ നല്ല കൂട്ടി വെക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ഗ്രേവിയുടെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാം. കാര്യം വെച്ചാൽ നമ്മൾ ഉള്ളി വഴറ്റാനും ഉരുളക്കിഴങ്ങ് വഴറ്റാനും എല്ലാം ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. അതെ, അത് ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാതെ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്ന് വേഗണം. ഉരുളക്കിഴങ്ങ് വേഗുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ. അപ്പൊ ആ സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോഴേ നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കാം. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. തിളച്ച് നല്ല റെഡിയായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഈ ഗ്രേവിയുടെ അളവുണ്ടല്ലോ, അത് നമ്മൾ എന്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കോ എന്താണ് ചെയ്യാം. ഡ്രൈ ആക്കി വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ. ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു ഇതുണ്ട്, നമുക്ക് മറ്റേ ടിഫിനൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതായിരിക്കും. ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, അതിന്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടാവും സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ മേമ്പൊടിയായിട്ട് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം. നമ്മുടെ കറിവേപ്പില നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട്, പിന്നെ നമ്മുടെ മല്ലിയില ഓപ്ഷനാണ് കേട്ടോ. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചില ആൾക്കാർക്ക് താല്പര്യം അനുസരിച്ച് അതിപ്പോ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതിനനുസരിച്ച് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചേർത്താൽ നല്ല രുചിയായിരിക്കും സംഭവം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് രുചിയായിരിക്കും, ഇഷ്ടമില്ലാത്തവർക്ക് രുചികേടായിരിക്കും. അതൊരു അരുചിയായിരിക്കും. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉപ്പ് നോക്കിയേക്കാം അല്ലേ? നമ്മൾ നോക്കിയതാ, എന്നാലും നമ്മുടെ നോക്കുന്നതല്ല അതിന്റെ ഒരു സുഖം അല്ലേ? എരി എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് സംഭവം.
ഇതിപ്പോ നമുക്ക് പുട്ടിന്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൂരി, ചോറിന്റെ കൂടെ കഴിക്കാം, പൊറോട്ട, എന്തിന്റെ കൂടെ കഴിക്കാം. നമുക്കൊരു ഈ ഇറച്ചി കൂട്ടാന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു കറിയാണ്. ഇറച്ചി ഇല്ലെങ്കിൽ പോലും നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ രുചി എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. അതായത് നമ്മള് വേറെ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ ചെയ്തതെന്നു വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തു, മസാലയൊക്കെ നമ്മുടെ മറ്റേ ഇറച്ചിക്കറിയുടെ ഒക്കെ മസാലയൊക്കെ ചേർത്ത് ചെറുതായിട്ട് ഉള്ളിലേക്ക് അരിഞ്ഞ് ഇട്ട് സംഭവം വഴറ്റി റെഡിയാക്കി എടുത്താണ്. അപ്പോൾ ചെയ്തോ ഗ്യാരണ്ടിയാണ്, നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് തന്നെ. കാശ്മീരി മുളക് പൊടി അല്ലാതെ കാശ്മീരി അപ്പം നല്ല കളറും കിട്ടും, ഒരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർക്കാം. അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും മൊബൈലിൽ. പിന്നെ ഷെയർ ചെയ്ത് അതെ, അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാചകമൊക്കെ പഠിച്ചു വരുന്നവരൊക്കെ ഒന്ന് പഠിക്കട്ടെ. അതെ, എല്ലാവരും നല്ലൊരു പാചകക്കാരനാകുക. നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റണം. അപ്പം വ്യത്യസ്തമായ ഒരു പുതിയ രുചിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so